സന്ദീപ് രാജാക്കാട് നോട്ടീസ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ട്രേഡ് യൂണിയനുകളുടെ ഒരു നേതാവെന്ന നിലയിൽ കൂടിയാണ് ശ്രീ വാഴൂർ സോമൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി 17 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ലക്ഷം പേരെ അണിനിർത്തിക്കൊണ്ടുള്ള സമരം. പക്ഷേ ഒരു മാസവും 2 ദിവസവും ഈ തൊഴിലാളികൾ ഇതേപോലെ തന്നെ ദുരിതത്തിൽ കിടക്കണോ എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അടിയന്തര പരിഹാരത്തിലേക്ക് സർക്കാർ എന്തുകൊണ്ട് പോകുന്നില്ല? കൃത്യമായി ഈ കമ്പനികളിൽ നിന്നുള്ള അറിയിപ്പ് അത് ട്രേഡ് യൂണിയനുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവിടെ ട്രേഡ് യൂണിയനുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കൂ സന്ദീപ്. സുജയ, തീർച്ചയായിട്ടും ആ കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കൺവീനർമാരോടാണ്. ആ കൺവീനർമാർക്കെതിരെ പോലും പ്രതികാര നടപടിയാണ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ PF കുടിശ്ശിക അടക്കമുള്ള വിഷയങ്ങളിൽ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതി വരെയുണ്ട്. ഇദ്ദേഹം കൺവീനറായിരുന്നു. എന്തായിരുന്നു നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകാൻ കാരണം? ഇത് ഇപ്പോൾ കുറേ കാലങ്ങളായി, അതായത് വർഷങ്ങളായിട്ട് ഇവിടുത്തെ തൊഴിലാളി ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നില്ല. അതായത് വർഷങ്ങളായിട്ട് തൊഴിലാളികൾ പണിയെടുത്തിട്ട് ഒരു ജന്മം മൊത്തം ഈ എസ്റ്റേറ്റ് പണിയെടുത്തിട്ട് ആ തൊഴിലാളിക്ക് വർഷങ്ങളായിട്ട് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നില്ല. ഇനി അഥവാ അവർ ആശുപത്രിയിലുള്ള മറ്റു കാര്യങ്ങളായിട്ട് എവിടെ പോയാൽ 1000 രൂപയോ 2000 രൂപയോ ആ ഒരു നിലയിലൊക്കെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മരിച്ചുപോയ തൊഴിലാളികൾ പോലും ഗ്രാറ്റുവിറ്റി ഇതുവരെയും കൊടുത്തിട്ടില്ല. രണ്ടാമത് ഇവിടുത്തെ തൊഴിലാളിക്ക് PF എങ്ങാണ്ട് 60 മാസത്തെ PF അടയ്ക്കാനുണ്ട്. ഈ കമ്പനിയുടെ ഈ തൊഴിലാളിയുടെ PF അടയ്ക്കാമെന്ന് പറഞ്ഞ് 6 കോടി രൂപയ്ക്ക് 52 ഏക്കർ ആദ്യം വിറ്റു. അത് കഴിഞ്ഞിട്ടു എല്ലാം കൂടെ കൂട്ടി ഞങ്ങളുടെ 100 ഏക്കർ സ്ഥലം ഈ കമ്പനി തൊഴിലാളിക്ക് ആനുകൂല്യം കൊടുക്കാമെന്ന് പറഞ്ഞ് വിറ്റിട്ട് 1 രൂപ പോലും കമ്പനി ഇത് കൊടുത്തിട്ടില്ല. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് തൊഴിലാളികളിപ്പം ശമ്പളം സാധാരണ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരിടത്ത് പോലും ഇതുപോലെ ഒരു ഇടപാടിൽ ശമ്പളം ഇടാറില്ല. 2 മാസം കൂടുമ്പോഴാണ് ശമ്പളം കിട്ടുന്നത്. ആ കിട്ടുന്ന ശമ്പളം 20-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ തൊഴിലാളിക്കും 10 തൊഴിലാളിക്ക് വീതം ഒരു ദിവസം, അങ്ങനെ ഏതാണ്ട് ഒരു 20 ദിവസമാകും ഓരോ തൊഴിലാളികളുടെ അക്കൗണ്ടിൽ ഈ പൈസ കയറി വരാൻ. ഇത് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് ചോദിക്കുകയോ ചെല്ലുന്ന കൺവീനർമാർ അതല്ലെങ്കിൽ അതിൽ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും തൊഴിലാളിയെ നടപടിയെടുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പം തോട്ടം മേഖലയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. PF മാത്രമല്ല, ഇവിടുത്തെ ടെമ്പറേച്ചർ തൊഴിലാളിയുടെ 3 വർഷത്തെ ലീവ് ബേസ്ഡ് കൊടുക്കണം. സന്ദീപ്, നമുക്ക് അറിയേണ്ടത് ശ്രീ വാഴൂർ സോമൻ നിൽക്കുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. സന്ദീപ്, അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് അവിടെ കൃത്യമായി ഈ ട്രേഡ് യൂണിയനുകൾക്കൊക്കെ നോട്ടീസ് നൽകിയിട്ടുണ്ടോ? കമ്പനി അടച്ചുപൂട്ടുന്നു, ഇത്രയും തൊഴിലാളികൾക്ക് ഇനി പണി ഉണ്ടാകില്ല, അങ്ങനെയുള്ള കൃത്യമായ അടച്ചുപൂട്ടൽ നോട്ടീസുകൾ നൽകിയിട്ടുണ്ടോ? ഈ കമ്പനി അടച്ചുപൂട്ടുന്നതിന് മുമ്പായിട്ട് ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും കമ്പനി ഔദ്യോഗികമായി തങ്ങൾ ഈ ഫാക്ടറി പൂട്ടുകയാണ് അല്ലെങ്കിൽ തോട്ടം പൂട്ടുകയാണെന്നുള്ള അറിയിപ്പോ നോട്ടീസോ നൽകി? അല്ല, അതിന്റെ ഒരു സാധനം ഞങ്ങൾ പറഞ്ഞുതരാം. കഴിഞ്ഞ 3-ാം തീയതി ഇവിടെ ശമ്പളം കിട്ടാതെ വന്നപ്പോൾ തൊഴിലാളികൾ 25-ാം തീയതി കയറ്റാൻ തുടങ്ങിയ ശമ്പളം 3-ാം തീയതി ആയിട്ടും കയറ്റാൻ വന്നപ്പോൾ തൊഴിലാളികളെല്ലാം സ്വയം സംഘടിച്ച് മഷ്റൂൾ ഓഫീസിൽ വരികയും അവിടുത്തെ ഫീൽഡ് ഓഫീസർ പറഞ്ഞ് ഞങ്ങൾക്ക് ജോലി തരണം, ഞങ്ങൾക്ക് ശമ്പളം തരാതെ ജോലിക്ക് പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളെ പണിക്ക് വിടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളിയെ പണിക്ക് വിടുന്നില്ല എങ്കിൽ ഇവിടുത്തെ പെർമനന്റ് തൊഴിലാളി അടക്കം ആർക്കും തന്നെ ജോലിയില്ല. കാരണം മോട്ടർ, ഹോണ്ട ഇതുപോലത്തെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് പോലും ബലം പിടിച്ച് ഇവിടുത്തെ ഫീൽഡ് ഓഫീസറടക്കം അത് ഇറക്കി വയ്ക്കുകയാണ് ചെയ്തത്. അതാണ് ഞങ്ങൾ യൂണിയൻ്റെ കൺവീനർ നിലയ്ക്ക് ഇവിടെ BMS, HRP, AITUC, CATU ഞങ്ങൾ 4 കൺവീനർമാരും അവിടെ ചെന്ന് കാര്യങ്ങൾ ഫീൽഡ് ഓഫീസർ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ കാണിക്കുന്ന നിയമവിരുദ്ധമാണ്. തൊഴിലാളിക്ക് കയറ്റാത്ത ശമ്പളം കയറ്റിപ്പെടാത്ത കൊണ്ട് അവർ അന്യസംസ്ഥാന തൊഴിലാളിയെ പണിക്ക് വിടുകയില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടുത്തെ തൊഴിലാളിയെ ജോലി നിഷേധിക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. ഇന്ന് ജോലി നിഷേധിച്ചാൽ ഞങ്ങൾക്ക് ശമ്പളം തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് തൊഴിലാളികളെല്ലാം സംഘടിച്ച് ഓഫീസ് പഠിക്കുകയും പോവുകയും അവിടുത്തെ സീനിയർ മാനേജർ ലിംഗരാജുവായിട്ടും യൂണിയൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലുള്ള സർവ്വ നേതാക്കന്മാരും അവിടെ വന്ന് ചർച്ച നടത്തി. അവിടെ അന്ന് ചർച്ച നടത്തുമ്പോൾ പോലീസിൻ്റെ ബഹുമാനപ്പെട്ട SIയുടെ സാന്നിധ്യത്തിലാണ് ഈ ചർച്ച നടത്തി തീർന്ന് തൊഴിലാളികളെല്ലാം ജോലിക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ HA യൂണിയൻ്റെ കൺവീനറിനും HRP യൂണിയൻ്റെ കൺവീനറിനും, അതായത് HA യൂണിയൻ്റെ എനിക്കും HRP യൂണിയൻ്റെ കൺവീനറായ രാജേന്ദ്രനും കൂടെ സസ്പെൻഡ് നോട്ടീസാണ് തന്നത്. ആ സസ്പെൻഡ് നോട്ടീസ് തന്നപ്പോൾ യൂണിയൻ്റെ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് ഈ 2 യൂണിയനും സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് വിനുസാവ് അടക്കമുള്ളവർ സന്ദീപ്, അവർക്കെതിരെ എടുത്ത നടപടിയല്ല. ഈ ഇത്രയും തൊഴിലാളികൾ ഇനി പണിക്ക് വരേണ്ടതില്ല, കമ്പനി പൂട്ടുകയാണ്, ആ അറിയിപ്പ് കിട്ടിയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അവര് ലേബർ ഓഫീസിൽ ഇത് ചർച്ച വെച്ച സമയത്ത് തന്നെ
ഇല്ല, അത്തരത്തിലൊരു അറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത്. ശരി, ഈ സന്ദീപ് വിഷയങ്ങൾ തുടരൂ.